ഫോട്ടോസും വീഡിയോസും എടുത്ത് തരാമെന്നും പറഞ്ഞ് അഞ്ചു പുറകെ നടക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടാന്ന് പറയാം. ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് കാണുമ്പോൾ അച്ഛനും മോക്കും സഹിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണത്തിലുള്ള യാത്രയിലാണ് ഞങ്ങൾ. പകുതി വഴിയിൽ നിന്ന് നല്ല ട്രാഫിക് കിട്ടി. അതുകൊണ്ട് വിചാരിച്ച സമയത്തൊന്നും അവിടെ എത്താൻ പറ്റില്ല. മണ്ഡപത്തിലേക്ക് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ഞങ്ങളും എത്തിയത്. കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കൂടണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നല്ല ഫംഗ്ഷൻസ് വരണം. മുഖപൂരുള്ള ലാവൻഡേഴ്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. ഏട്ടൻ്റെയും അനിയൻ്റെയും കല്യാണം ഒരുമിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല തിരക്കായിരുന്നു. ആദ്യത്തെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മഞ്ജു എത്തി കേട്ടോ. മാമൻ്റെ മോളാണേ മഞ്ജു. അങ്ങനെ മഞ്ജുവിൻ്റെ കല്യാണവും കഴിഞ്ഞു. അവിടുന്ന് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കസിൻസിനെ ആരും കാണുന്നില്ല. എല്ലാവരും ഡൈനിങ് ഹാളിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എപ്പോൾ ഡോറ് തുറക്കണോ അപ്പം ചാടി കയറാൻ വേണ്ടിയിട്ട്. ഹാളിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തതും ചാടി കയറി സീറ്റ് പിടിച്ചു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ തിരക്ക് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫോട്ടോ എടുക്കണോ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഗിവ് അവേൻ്റെ പ്രൈസ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനിയും നമ്മുടെ ഗിവ് അവേൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് ആ ഷോർട്ട് കാണുക. ആ ഷോർട്ടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. 3 പട്ടുസാരിയാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പട്ടുസാരി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കി നമുക്ക് വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ബൈ.